വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും മുടിയൻ്റെ റീ എൻട്രിയിൽ കൂടെ ദിയ ഉണ്ടാകുമോ എന്ന രീതിക്ക് കുറേ പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ളൊരു ഉത്തരവുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിൽ മുടിയൻ്റെ തിരിച്ചുവരവ് എപ്പോഴാണ്, ബാലു എപ്പോഴാണ് പറഞ്ഞത് എന്ന രീതിക്കൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടപ്പം മുടിയൻ്റെ ഒപ്പം മുടിയൻ വരികയാണെങ്കിൽ ദിയയും രാംകുമാർ ഹൈമത് എല്ലാവരും തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ കമൻറ്റ്സ് വന്നത് മുടിയൻ മാത്രം വന്നാൽ മതി, ദിയ എന്നൊരു കഥാപാത്രം വേണ്ട, അപ്പം രാംകുമാർ ഹൈമത് എന്നൊരു കഥാപാത്രം വേണ്ട എന്ന രീതിക്ക് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസണൊക്കെ നമുക്ക് എന്താണെന്ന് നന്നായിട്ട് അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളും സീസൺ 2 സിറ്റ്കോമിൽ നിന്ന് സീരിയലാവാനുള്ള മേജർ കാരണം അവരുടെ ഒരു കഥാപാത്രത്തിൻ്റെ എൻട്രിയും കൂടിയായിരുന്നു. അവരൊരു വില്ലനിക് കഥാപാത്രങ്ങളായിട്ടായിരുന്നു ആദ്യം കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ ഒരുപാട് ഹെയ്റ്റേഴ്സ് അവർ കഥാപാത്രത്തിന് കൊണ്ടുവരാൻ, പിന്നീട് അവരൊരു പോസിറ്റീവ് കഥാപാത്രങ്ങളായിട്ട് കാണിച്ചാലും അത് പ്രേക്ഷകർക്ക് അത്രത്തോളം അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. അപ്പം മുടിയൻ എന്നൊരു കഥാപാത്രം കൂടി ഇപ്പോൾ മുളയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആർക്കും അത് അത്രത്തോളം ഏറ്റെടുക്കാൻ പറ്റിയില്ല. ആ ഒരു 3 കഥാപാത്രത്തെ, പ്രത്യേകിച്ച് ദിയ എന്നൊരു കഥാപാത്രത്തെ. ഇപ്പോൾ സീസൺ 3 മുടിയൻ ഇല്ലാതെയാണ് തുടങ്ങിയിരിക്കുന്നത്. മുടിയൻ വരുമെന്ന് ബാലു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കൊല്ലം കഴിഞ്ഞിട്ട്. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ മുടിയൻ തിരിച്ചു വരികയാണെങ്കിൽ മുടിയൻ്റെ വൈഫ് എന്നൊരു കഥാപാത്രത്തെയും കൂടെ തന്നെ തിരിച്ചു വരത്തുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അത് ഈ ദിയ എന്നൊരു ആർട്ടിസ്റ്റ് ആയിരിക്കുമോ എന്ന് വെച്ചാൽ അത് ഡൗട്ടുള്ള കാര്യമാണ്. കാരണം അതിന് വളരെ ചാൻസസ് കുറവാണ്. കാരണം ഇത്രത്തോളം പ്രേക്ഷകരെ എതിരായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു കഥാപാത്രത്തെ അല്ലെങ്കിൽ ആ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരിക എന്നുള്ള കാര്യം ഡൗട്ടുള്ള കാര്യമാണ്. പുതിയ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ ട്രൈ ചെയ്യാനായിരിക്കും ഇപ്പോൾ നമ്മളും ടീമിൻ്റെ പ്ലാൻ. അതായത് സീസൺ 1 ഭവാനിയമ്മ എന്നൊരു കഥാപാത്രം അവർ ചെയ്തിരുന്ന ആർട്ടിസ്റ്റ് വേറെ ആർട്ടിസ്റ്റ് ആയിരുന്നു. പിന്നെ സീസൺ 2 വരുമ്പോൾ അത് പുതിയൊരു ആർട്ടിസ്റ്റാണ് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ ദിയ എന്നൊരു കഥാപാത്രം ചെയ്യാൻ പോകുന്നതും ചിലപ്പോൾ ഒരു പുതിയ ആർട്ടിസ്റ്റ് ആയിരിക്കാം. ഏതായാലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞാൽ ഇപ്പോൾ നമ്മളതിൽ ദിയ എന്നൊരു കഥാപാത്രം ഇനി റീ എൻട്രി തരികയാണെങ്കിൽ അത് പാർവതി തന്നെ ഒരു കഥാപാത്രം ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അതായത് ദിയ സീസൺ 2 ചെയ്ത അതേ ആർട്ടിസ്റ്റിനെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരു അടിപൊളി ആർട്ടിസ്റ്റ് തന്നെയാണ് പാർവതിയും. നമ്മളതിൽ ചില എമോഷണൽ എപ്പിസോഡ് എടുത്ത് കണ്ടാൽ മനസ്സിലാവും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടാകും. അത് ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സമയത്ത് ഒരു കഥയിലെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് ഒരു കഥാപാത്രത്തിന് ഇത്രത്തോളം ഉപ്പുമുളകും ഫാൻസ് വെറുക്കാൻ കാരണം. പിന്നീട് അങ്ങോട്ട് സിറ്റ്കോമായിട്ട് ഒന്ന് ഇഷ്ടപ്പെട്ട് വരുന്ന, അതായത് ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോഴാണ് ഉപ്പുമുളകും സീസൺ 2 അവസാനിച്ചതും ഇപ്പോൾ സീസൺ 3 അവരില്ലാതെ ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും ഇനി മുടിയൻ തിരിച്ചു വരികയാണെങ്കിൽ ദിയ എന്നൊരു കഥാപാത്രമായിട്ട് പഴയ ദിയെ തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, എന്നിട്ട് ഇപ്പോൾ പോകുന്ന പോലെ സിറ്റ്കോം രീതിക്ക് നല്ല രീതിക്കുള്ള ഒരു ക്യാരക്ടറായിട്ട് തന്നെ കൊണ്ടുപോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യുന്നതിന് ചെയ്യും. പക്ഷേ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ മുടിയൻ വരുന്നതിന് ഡൗട്ടുള്ള ഒരു സാഹചര്യത്തിൽ അത് ചാൻസ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾ ഇനി ഇപ്പോൾ മുളയിൽ ദിയ എന്നൊരു കഥാപാത്രം വരികയാണെങ്കിൽ അതിൽ പഴയ ആർട്ടിസ്റ്റ് തന്നെയാണോ നിങ്ങൾക്ക് വേണ്ടത്, അതിൽ പുതിയ ആർട്ടിസ്റ്റിനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ദിയയ്ക്ക് പകരം വേറെ ഒരു പുതിയൊരു ആർട്ടിസ്റ്റിനെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഇപ്പോൾ മുളകും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.